തേജസ് ന്യൂസ് ബോംബ് സ്ക്വാഡിലേക്ക് സ്വാഗതം. ചൂട് കൂടി വരികയാണ്. പകൽ വെയിലത്തിറങ്ങിയ പലർക്കും സൂര്യാഘാതമേറ്റു. അതിനിടയിൽ കിട്ടിയ ഒരു പൊള്ളുന്ന വാർത്തയോടെ ഇന്നത്തെ ബോംബ് സ്ക്വാഡ് ആരംഭിക്കുന്നു. ഇന്ത്യൻ ഓയിൽ കമ്പനിയുടെ മുന്നറിയിപ്പ്. വരും ദിവസങ്ങളിൽ ചൂട് വളരെയധികം കൂടാൻ സാധ്യതയുള്ളതിനാൽ ഇന്ധന ടാങ്ക് ഫുൾ ആവുന്ന വിധത്തിൽ പെട്രോൾ നിറയ്ക്കരുത്. അത് ടാങ്കിനകത്ത് സ്ഫോടനത്തിനിടയാക്കും. ദയവ് ചെയ്ത് ടാങ്ക് പകുതി നിറക്കുകയും വായു സഞ്ചാരത്തിന് സ്ഥലം നൽകുകയും ചെയ്യുക. ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ചതു കാരണം ഈ ആഴ്ച 5 സ്ഫോടനങ്ങളാണ് നടന്നത്. അപകടം ഒഴിവാക്കാൻ ഈ സന്ദേശം പരമാവധി ഷെയർ ചെയ്യുക. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ചൂടുകാലത്ത് പ്രത്യക്ഷപ്പെടുന്ന ഈ മെസ്സേജ് ഒറ്റ നോട്ടത്തിൽ വിശ്വസനീയമായി തോന്നും. വാട്സപ്പിലും ഫേസ്ബുക്കിലും മാത്രമല്ല, ഇതിൻ്റെ ശാസ്ത്രീയത വിശദീകരിച്ച് 2016 ഡക്കാൻ ക്രോണിക്കിൾ എന്ന പത്രം റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചിരുന്നു. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷനെയും ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പിനെയും ഉദ്ധരിച്ചുള്ള റിപ്പോർട്ടിൽ പറയുന്നത് ഇങ്ങനെയാണ്. പെട്രോൾ എളുപ്പത്തിൽ ബാഷ്പീകരിക്കുന്ന ദ്രാവകമാണ്. ചൂടുകാലത്ത് ഈ ബാഷ്പീകരണ തോത് വർദ്ധിക്കും. ഇന്ധന ടാങ്കിൽ 25% സ്ഥലമെങ്കിലും കാലിയാക്കിയിട്ടില്ലെങ്കിൽ ബാഷ്പീകരിച്ച പെട്രോളിനെ നിലനിൽക്കാൻ സ്ഥലമില്ലാതാവുകയും സമ്മർദ്ദം മൂലം പൊട്ടിത്തെറി നടക്കുകയും ചെയ്യും. പെട്രോൾ കൊണ്ടുപോകുന്ന ടാങ്കറുകളിൽ ഇത്തരത്തിൽ അല്പം സ്ഥലം ഒഴിച്ചിടാറുണ്ട്. ഈ പറഞ്ഞത് കേൾക്കുമ്പോൾ സംഭവം സത്യമാണെന്ന് നിങ്ങൾക്കും തോന്നുന്നില്ലേ? തീർച്ചയായും ഈ സന്ദേശം ലഭിച്ച വാഹന ഉടമകളിൽ ബഹുഭൂരിഭാഗവും ചൂടുകാലത്ത് ഫുൾ ടാങ്ക് അടിക്കാറുണ്ടാവില്ല. കാശ് കൊടുത്ത് പെട്രോൾ ടാങ്ക് പൊട്ടിത്തെറിച്ച് മരിക്കാനൊന്നും ആർക്കും ആഗ്രഹമുണ്ടാവില്ലല്ലോ. പക്ഷേ എന്താണ് ഇതിൻ്റെ വാസ്തവം? ചൂടുകാലത്ത് ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ചാൽ പൊട്ടിത്തെറിക്കുമോ? ബോംബ് സ്ക്വാഡ് പരിശോധിക്കുന്നു. ഞങ്ങൾ ഇങ്ങനെയൊരു സന്ദേശം നൽകിയിട്ടില്ലെന്ന് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ തന്നെ പറയുന്നു. വാഹനങ്ങൾ നിർമ്മിക്കുന്നത് എല്ലാ സാഹചര്യങ്ങളെയും കാലാവസ്ഥകളെയും പരിഗണിച്ചുകൊണ്ടാണ്. വാഹനങ്ങളുടെ ഇന്ധന ടാങ്ക് നിർമ്മിച്ചിരിക്കുന്നതും ആ രീതിയിലാണ്. അതുകൊണ്ട് തന്നെ ടാങ്ക് നിറയുന്ന രൂപത്തിൽ പെട്രോൾ അടിക്കുന്നതിൽ യാതൊരു കുഴപ്പവുമില്ലെന്ന് ഇന്ത്യൻ ഓയിലിൻ്റെ വിശദീകരണത്തിൽ പറയുന്നു. ഇന്ത്യൻ ഓയിൽ പെട്രോൾ കൂടുതൽ ചെലവാക്കാൻ വേണ്ടി പറയുന്നതാണോ എന്ന് സ്വാഭാവികമായും സംശയമുയരാം. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ശാസ്ത്രീയ വശം കൂടി നമുക്ക് പരിശോധിക്കാം. എപ്പോഴെങ്കിലും കെമിസ്ട്രി ക്ലാസ്സിൽ ഇരുന്നവർക്ക് അറിയാവുന്ന ഒരു അടിസ്ഥാന കാര്യമുണ്ട്. തീ പിടിക്കണമെങ്കിൽ ഇന്ധനവും ഓക്സിജനും ചൂടും വേണം. മാത്രമല്ല, തീ പിടിക്കുന്നത് ദ്രവരൂപത്തിലുള്ള ഇന്ധനത്തിനല്ല, മറിച്ച് ബാഷ്പീകൃത ഇന്ധനത്തിനാണ്. ഇതുപ്രകാരം ഇന്ധന ടാങ്ക് കാലിയായിരിക്കുമ്പോഴാണ് തീ പിടിക്കാനുള്ള സാധ്യത കൂടുതലെന്ന് നാഷണൽ ജിയോഗ്രഫി ചാനൽ നടത്തിയ പരീക്ഷണം തെളിയിക്കുന്നു. Empty. Nobody standing like that. The lady here is on the quarter tank. The chap here with the bald head, he's standing on the half tank. And right at the top, 2 guys doubling up on the blue one. Let's go and find out why. We've rigged each car's fuel tank with an electric match and run the fuse a safe distance away. Okay, hit it again. Right, full tank of gasoline, but nothing happened. Moving on to the half tank of gas. Are you ready? Lane. Be the big one. In 3, 2, 1. Next up, for a quarter tank of gas. What's going to happen? In 3, in 2, in 1. So now there is only one left. You guys ready for this one? Yeah. The empty tank of gasoline. Yes. You guys want to see this? Yeah. Right. Woo! In 3, in 2, and in 1. This explosion is so powerful it lifts this half-ton car clear off the ground. There is no question the empty tank is our winner. ടാങ്കിൽ ഒഴിവ് കൂടുന്നതിനനുസരിച്ച് ഓക്സിജന്റെയും ബാഷ്പരൂപത്തിലുള്ള ഇന്ധനത്തിൻ്റെയും അളവും കൂടും. അതുകൊണ്ട് തന്നെ തീയുടെ സാന്നിധ്യമുണ്ടായാൽ ഏറ്റവും ശക്തമായി പൊട്ടിത്തെറിക്കുക ഏറ്റവും കുറവ് പെട്രോൾ നിറച്ചിട്ടുള്ള വാഹനമായിരിക്കുമെന്ന് പരീക്ഷണം വ്യക്തമാക്കുന്നു. സാധാരണ അന്തരീക്ഷ ഊഷ്മാവിലൊന്നും
പെട്രോൾ സ്വയം ജ്വലിക്കുകയില്ലെന്നത് മറ്റൊരു കാര്യം. പെട്രോളിന് സ്വയം തീപിടിക്കണമെങ്കിൽ 247 മുതൽ 280 ഡിഗ്രി സെൽഷ്യസ് ചൂട് വേണം. വെയിൽ മൂക്കുന്നത് നോക്കി ഇറക്കുന്ന പൊള്ളുന്ന നുണകളേൽപ്പിക്കുന്ന ആഘാതം സൂര്യാഘാതത്തെക്കാൾ വലുതാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം ചൂടൻ നുണകൾ ബോംബ് സ്ക്വാഡിന് കൈമാറുക. ബന്ധപ്പെടേണ്ട വാട്സപ്പ് നമ്പർ 00917902242203. അടുത്തയാഴ്ച വീണ്ടും കാണാം.